ഇച്ചിരി എന്റർടൈൻമെന്റ് ആണ്. ഇത് ഇച്ചിരി സ്ലോ ആയിട്ടാണ് പോകുന്നത്, എന്നാലും എൻഗേജിംഗ് ആണ്. അത്യാവശ്യം ലാഗ് ഒന്നും വലുതായിട്ടില്ല. ഇതിലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. ഇനി അങ്ങോട്ട് വരുന്ന മാർവലിന്റെ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ ധാരാളമാണ്. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല പീക്ക് പടമാണ്. മാർവൽ ഫാൻസ് ഏറെ കാത്തിരുന്ന ഫേസ് 6 ഇവിടെ ആരംഭിക്കുകയാണ്. അതിലെ ആദ്യ മൂവിയായ ഫാന്റാസ്റ്റിക് ഫോർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടിറങ്ങിയവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല പീക്ക് പടമാണ്. അതിന്റെ സിനിമാറ്റോഗ്രാഫി തന്നെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് മസ്റ്റ് വാച്ച് ആണ്. അവരുടെ ഈ അടുത്ത കാലത്ത് നിന്ന് വന്ന നല്ലൊരു ഒരു മുക്കാൽ ഭാഗം സ്പേസിനകത്തുള്ള സംഭവമൊക്കെ ഉണ്ട്. അതിനകത്തൂടെ ട്രാവലിംഗ് ഇന്റർഗലാക്ടിക് സംഭവമൊക്കെ ഉണ്ട്. അത് നല്ല രീതിയിൽ അവർ വിഷ്വലൈസ് ചെയ്ത് നല്ല 3D നല്ല കാണാൻ രസമുണ്ട്. അത് പഴയ മാർവൽ ഫാന്റാസ്റ്റിക് ഫോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടി നല്ലതാണ് ആക്ച്വലി. അതിനെക്കാട്ടിയൊക്കെ നല്ല രസമുള്ളൊരു സെക്കൻഡ് അത് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. കടന്നു വെക്കൊണ്ടിരുന്നത്. അപ്പൊ തണ്ടർ ബോൾട്ട് വന്നു. എനിക്ക് പറയാനുള്ള ഇപ്പൊ തണ്ടർ ബോൾട്ട് ഒരുപാട് പേരൊന്നും കാണാൻ പോയില്ല. നല്ലൊരു ഫിലിം ആയിരുന്നു. അതേപോലെ ഇതും കാണാതിരുന്ന സത്യം പറഞ്ഞ ഒരു നഷ്ടമായിരിക്കും. കാര്യം നല്ല പടമായിരുന്നു. അത് മാത്രമല്ല, ഇതിലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. ഇനി അങ്ങോട്ട് വരുന്ന മാർവലിന്റെ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ ധാരാളമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സംഭവങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. പഴയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പഴയതെന്ന് പറയുമ്പോൾ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയല്ലേ. ഇപ്പോ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്. അപ്പൊ അതിന്റേതായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ മേക്കിംഗിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റോറി ഏകദേശം അതേപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ബേസ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. പക്ഷെ നമുക്ക് ആ മാറ്റങ്ങൾ നമുക്ക് എന്തായാലും ഇത്രയും വർഷങ്ങളുടെ മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടും ഒബ്വിയസ് ആയിട്ടും ഈ പടം തന്നെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്. VFX ആയിട്ട് നോക്കുമ്പോഴും VFX എല്ലാം നല്ല മാർവലിന്റെ VFX നമ്മൾ പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു. നല്ല കൺവിൻസിംഗ് ആയിരുന്നു. VFXും കാര്യങ്ങളൊക്കെ നല്ല 3D എഫക്ട്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആസ് എ ഹോൾ നല്ലൊരു പടമാണ്. നൈസ് വൺ. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. അത്യാവശ്യം മാർവൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എൻഗേജിംഗ് ആയിരുന്നു. കുഴപ്പമില്ല, ലാഗ് ഒന്നും വലുതായിട്ടില്ല. നന്നായിട്ട് പഴയ ഫാന്റാസ്റ്റിക് ഫോർ വെച്ച് നോക്കുമ്പോഴത്തേക്കും പഴയ ഫാന്റാസ്റ്റിക് ഫോർ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് ബെറ്റർ ആണ്. അത് കുറച്ച് ഇച്ചിരി എന്റർടൈൻമെന്റ് ആണ്. ഇത് ഇച്ചിരി സ്ലോ ആയിട്ടാണ് പോകുന്നത്, എന്നാലും എൻഗേജിംഗ് ആണ്. അത്യാവശ്യം ലാഗ് ഒന്നും വലുതായിട്ടില്ല. അത്യാവശ്യം നല്ല VFX, നല്ല ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറി എല്ലാം കൊണ്ട് നൈസ് ആയിട്ട്. പോസ്റ്റ് ക്രെഡിറ്റ്സ് എങ്ങനെയുണ്ട്? പോസ്റ്റ് ക്രെഡിറ്റ് അടിപൊളിയാണ്. അതിനെ പറ്റി ഒന്നും പറയില്ല. അതിന് അടുത്തതിൽ ഫീൽ എങ്ങനെയുണ്ട്? അടിപൊളി. ഒരു ഇൻഫിനിറ്റി വോർ വൈബ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രം വേറെ ലെവലായിരുന്നു. മാർവൽ മൂവി കാണണമെങ്കിൽ ജസ്റ്റ് മാക്സിമം എല്ലാവരും ബിഗ് സ്ക്രീനിൽ വരാൻ ശ്രമിക്കുക. ആൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അതിനെക്കാട്ടി അടിപൊളിയാണ്. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, കുഴപ്പമില്ല. ഒരു ക്ലീഷേന്ന് മാറി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അത്ര ഇല്ല, കാണാനൊന്നുമില്ല. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രമേ ഉള്ളൂ. കൊള്ളാം, കുഴപ്പമില്ല. ഓവറോൾ കൊള്ളാം. ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇപ്പം ചോദിച്ചാൽ ഉണ്ട്. അത്യാവശ്യം നല്ല പടമായിരുന്നു. ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊള്ളായിരുന്നു. ഇറ്റ്സ് മോർ ലീൻ ടുവേർഡ്സ് ദ ഫാമിലി സൈഡാണ്, ബട്ട് സ്റ്റിൽ വർത്ത് വാച്ച്. തണ്ടർ ബോൾട്സ് കഴിഞ്ഞ് നല്ലൊരു പടം തന്നെയാണ്. പോസ്റ്റ് ക്രെഡിറ്റ്സിന് ഒരു രക്ഷയില്ല. അത് കണ്ടിട്ട് ഇറങ്ങി വന്ന അത് എനിക്ക് ഒരു ഊഹം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ട്രൂ. സർപ്രൈസിംഗ് ഒക്കെ ഉണ്ടോ? ക്യാമിയോസും അതെ, പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് ഏറ്റവും വലിയ സർപ്രൈസ്. അത് കാണുന്നവർ എന്തായാലും കൈയടിക്കും, കൂവി വിളിക്കും. നല്ല രസമുണ്ടായിരുന്നു. അത് എല്ലാവർക്കും വെർത്തായിരിക്കും. അല്ലാതെ ഒരു ബിലോ ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അത്ര ഒരു ഹൈപ്പ് കൊടുത്തോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കൊടുത്തോ ഒന്നും പടമൊന്നുമില്ല. എന്നിട്ടും അത്രയും ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ല, വലിയ ഫൈറ്റോ കാര്യമൊന്നുമില്ല. ബോറൊന്നും അടിക്കും. ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഡീസന്റ് ഒരു പടം. 1 ടൈം വാച്ച്.